ഈശോയിൽ പ്രിയ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കർമ്മല മാതാവിന്റെ തിരുനാൾ നമ്മൾ വളരെ ഭക്തിയാദരപൂർവം ആഘോഷിച്ചു വരികയാണ്. കർമ്മല മാതാവിന്റെ തിരുനാൾ എല്ലാ വർഷവും വളരെ ഭക്തിയോടും അതോടൊപ്പം തന്നെ ആഘോഷത്തോടും കൂടി നാം ഇവിടെ കൊണ്ടാടാറുണ്ട്. ഇതിനു മുമ്പും ഞാൻ ഒരിക്കൽ ഇവിടെ വന്ന് കുർബാന ചൊല്ലി പ്രസംഗിച്ചിട്ടുമുണ്ട്. പ്രിയമുള്ളവരെ, കർമ്മല മാതാവിന്റെ തിരുനാൾ ആശംസകൾ ഏവർക്കും നേരുകയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഈ ആവിലാഭവനിലേക്ക് ഒത്തിരിയേറെ പ്രാർത്ഥനകളോടും കണ്ണുനീരോടും യാചനകളോടുമൊക്കെ കടന്നു വരുന്ന ഓരോ മനുഷ്യരെയും അവിടെ നിയോഗങ്ങളെ, കുടുംബങ്ങളെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കടന്നു വരുന്ന ഓരോ മനുഷ്യരും പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ അനുഗ്രഹങ്ങൾ, കൃപകൾ, അഭിഷേകം നിറയട്ടെ എന്ന് യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട പ്രാവസനച്ചനെയും മറ്റെല്ലാ വൈദികരെയും നന്ദിയോടെ ഓർക്കുകയാണ്. നമ്മളെല്ലാവരിലേക്കും പ്രാർത്ഥനയായി, സൗഹൃദമായി, ആശ്വാസമായി അവരുടെ സാന്നിധ്യവും വാക്കുകളുമൊക്കെ നമുക്ക് മാത്രമല്ല ഈ ദേശത്തിനും കത്തോലിക്കാ സഭയ്ക്കും വലിയൊരു അനുഗ്രഹമായി ഈ ആവിലാഭവൻ എന്നും എന്നും ഇവിടെ ആയിരിക്കട്ടെ. അനേകര് കടന്നു വരട്ടെ. അവർക്കെല്ലാം ആശ്വാസമായിട്ട് ഈ ഭവനം മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർമ്മല മാതാവിന്റെ മാധ്യസ്ഥത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു മുത്തശ്ശിക്ക് വളരെ ആഗ്രഹം, മറ്റൊന്നുമല്ല, തങ്ങളുടെ ബന്ധുക്കളെയും അയൽവക്കക്കാരെയും ഒരുമിച്ച് കൂട്ടി ഒരു വിരുന്ന് കൊടുക്കണം. നിങ്ങൾ ആഗ്രഹിക്കാറില്ലേ? നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ ആരെങ്കിലൊക്കെ, പ്രത്യേകിച്ചും ബന്ധുക്കളോ അയൽവക്കക്കാരെയൊക്കെ കൂട്ടി ഒരു സദ്യ കൊടുക്കണം, ഒരു വിരുന്ന് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ടോ? ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? സാധാരണ നേരത്തെ പറയും അല്ലെ? അവരോടൊക്കെ പറയും, ദേ അടുത്ത ഞായറാഴ്ച ഇങ്ങോട്ട് വന്നേക്കണം, നമുക്കവിടെ ഒന്നിച്ചൊക്കെ ഭക്ഷണം കഴിക്കാന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ മുത്തശ്ശി എന്ത് ചെയ്തു? മുത്തശ്ശിക്ക് നല്ല ആരോഗ്യമുണ്ട് എന്ന് കരുതിയ ഒരു ദിവസം പുള്ളിക്കാരത്തി പോയി സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് കുറെ പേർക്കങ്ങ് ഭക്ഷണം ഉണ്ടാക്കി. തനിക്കറിയാവുന്ന രീതിയില്, ആകുന്ന രീതിയില്, പറ്റുന്ന രീതിയില് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കിയിട്ട് ഈ മുത്തശ്ശി തന്റെ കൊച്ചുമകനോട് പറഞ്ഞു, മോനെ, നീ പോയി നമ്മുടെ അയൽക്കാരെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ചു കൊണ്ടുവരിക, നമുക്ക് അവരോടൊപ്പം ഭക്ഷണം കഴിക്കാം, അവർക്കും കൊടുക്കാം, നമുക്കും കഴിക്കാം. പ്രിയമുള്ളവരെ, ഈ കൊച്ചുമകൻ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടൊന്ന് ആലോചിച്ചു. എന്നിട്ട് അവനാകുന്ന ശബ്ദത്തില് നിലവിളിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, അയ്യോ, ഞങ്ങളുടെ വീട്ടിന് തീ പിടിച്ചേ. എന്താണ് അവൻ വിളിച്ചത്? മുത്തശ്ശി എന്ത് പറഞ്ഞ് അവനെ വിട്ടത്? ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞിട്ടാണ് അവൻ ആൾക്കാരെ വിളിക്കാൻ വിട്ടവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിളിച്ചു പറയുകയാണ്, അയ്യോ, എല്ലാവരും ഓടി വരണേ, ഞങ്ങളുടെ വീടിന് തീ പിടിച്ചു. ചിലര് എത്തി നോക്കി, ചിലര് വന്നു നോക്കി, ചിലരിത് കേട്ട മാത്രയില്, കൊച്ചുകുട്ടിയല്ലേ, കൊച്ചുകുട്ടിയുടെ നിലവിളി കേട്ട മാത്രയില് ഇവിടെ നിന്നൊക്കെയോ ഓടിക്കൂടി വീടിന്റെ അകത്തേക്ക് ഓടിക്കയറി. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, വരൂ, അവിടെ ഇരിക്കൂ, ഭക്ഷണം കഴിക്കൂ. എല്ലാവർക്കും വന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. എല്ലാവരും തിരിച്ചു പോയപ്പോ മുത്തശ്ശി കൊച്ചിനോട് ചോദിച്ചു, എടാ മോനെ, ഈ വന്നതൊന്നും നമ്മുടെ അയൽക്കാരോ ബന്ധുക്കളോ ഒന്നും അല്ലല്ലോ. നീ എന്തു പറഞ്ഞിട്ടാണ് ഇത്രയും പേര്, നമ്മൾ അറിയാത്തവര് പോലും ഈ കൂട്ടത്തിലുണ്ടല്ലോ, നീ എന്തു പറഞ്ഞിട്ടാണ് ഇവരെയൊക്കെ നമ്മുടെ വീട്ടില് ഭക്ഷണത്തിന് ക്ഷണിച്ചത്?
അവൻ പറഞ്ഞു, മുത്തശ്ശി, ഞാൻ പറഞ്ഞത് നമ്മുടെ വീടിന് തീ പിടിച്ചു, രക്ഷിക്കണേ, ഓടി വരണേ എന്നൊക്കെയാണ്. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, ഇതല്ലല്ലോ ഞാൻ നിന്നോട് പറഞ്ഞു വിട്ടത്. അപ്പൊ കുട്ടി പറഞ്ഞു, അമ്മാമ്മേ, മുത്തശ്ശി, നമ്മുടെ ആപത്തിൽ നമ്മുടെ നിലവിളി കേട്ട് നമ്മെ സഹായിക്കുവാൻ ആരാണോ ഓടി വരുന്നത്, ആരാണോ നിന്നോട് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് നമ്മുടെ അരികിൽ വന്ന് പറയുന്നത്, നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മോടൊത്ത് ആയിരിക്കുന്നവനും നമ്മെ സഹായിക്കുന്നവനും ആണ് നമ്മുടെ ബന്ധുക്കളും അയൽക്കാരും. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തില് ഈശോ പറയുകയാണ്, ഒരുവൻ വന്ന് ഈശോയോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മയും നിന്റെ ബന്ധുക്കളും നിന്റെ സഹോദരങ്ങളും ഒക്കെ പുറത്തു നിൽക്കുകയാണ്, നിന്നെ കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈശോ ചുറ്റുമുള്ളവരെ, തന്നോടൊപ്പമായിരിക്കുന്നവരെ, രോഗികളുണ്ട്, പാപികളുണ്ട്, ബലഹീനരുണ്ട്, ചുങ്കക്കാരുണ്ട്, സമൂഹം അകറ്റി നിർത്തിയവരൊക്കെ ഉണ്ട് അതില്. പ്രിയമുള്ളവരെ, അവന്റെ മുമ്പിൽ ഒരുമയോടെ അവന്റെ വാക്കുകൾ കേട്ട് അവന്റെ വചനത്തിന്റെ ആശ്വാസവും സന്തോഷവും സൗഖ്യവും സമാധാനത്തിൽ ആയിരിക്കുന്ന ആ മക്കളെ നോക്കിയിട്ട് ഈശോ പറയുകയാണ്, ഇവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും ഒക്കെ. എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ, എന്റെ വചനത്തിൽ ജീവിക്കുന്നവനാരോ, അവനാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും ഒക്കെ. പ്രിയമുള്ളവരെ, ഈശോയുടെ അമ്മ സ്വർഗത്തിൽ നമുക്കും അമ്മയാണ്. ഒരു അമ്മയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്താ? നിങ്ങൾ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളുടെ എണ്ണമൊക്കെ പറഞ്ഞോ, അത്രയല്ല. അതിനേക്കാൾ ഉപരി മാനുഷികമായിട്ട് നിങ്ങളൊരു അമ്മയാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ നിലവിളിയല്ലേ, അല്ലേ? കുഞ്ഞൊന്ന് കരഞ്ഞാൽ ആ കുഞ്ഞിന് എന്തു വേണമെന്ന് കുഞ്ഞ് പറഞ്ഞിട്ടാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അല്ല, അതാണ് നമ്മുടെ അമ്മ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് അരുളി ചെയ്തുകൊണ്ട് പൂർണ്ണമായും ദൈവഹിതത്തിന് സമർപ്പിച്ചവളാണ് പരിശുദ്ധ അമ്മ. അവൾ ദൈവത്തിന്റെ മാതാവായെങ്കിൽ, പിതാവിന്റെ ആ സ്വന്തമായ പുത്രിയായെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ പ്രിയപ്പെട്ടവളായെങ്കിൽ, ആ അമ്മ നമ്മുടെയും അമ്മയാകുന്നത്, പ്രിയമുള്ളവരെ, ആ വചനത്തിന്റെ നിറവിൽ, വചനത്തിന്റെ കൃപയിലേക്ക്, യേശുവിലേക്ക് നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ അവളും നമുക്ക് വേണ്ടി ശക്തയായ അമ്മയായി മാറുകയാണ്. ഈ ലോകത്തിന് മുഴുവനും അവൾ അമ്മയായി മാറുകയാണ്. കാരണം ലോകം എന്ന് നിലവിളിച്ചിട്ടുണ്ടോ, ലോകം എന്ന് കഷ്ടതകളിലൂടെ, ദുരിതങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, യുദ്ധങ്ങളിലൂടെ ഒക്കെ കടന്നുപോയിട്ടുണ്ടോ, മനുഷ്യകുലം വേദനിക്കുന്ന ഓരോ കാലഘട്ടത്തിലും ആ അമ്മ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്, മക്കളോട് സംസാരിച്ചിട്ടുണ്ട്. കാനായിലെ കല്യാണ വിരുന്നില് വീഞ്ഞു തീർന്നു പോയപ്പോൾ ഇടപെട്ട അമ്മ, നാണക്കേടിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, വലിയ മാനക്കേടിൽ നിന്ന് ആ കുടുംബത്തെ രക്ഷിച്ച ആ അമ്മയുടെ അതേ മനോഭാവത്തോടെ തന്റെ സഹായം ആർക്കാണോ ആവശ്യമായിരിക്കുന്നത് അവരിലേക്ക് ഇറങ്ങി വരുന്ന ആ സ്വർഗീയ മധ്യസ്ഥ 12ാം നൂറ്റാണ്ടിൽ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന്റെ അരികിലേക്കും കടന്നു വരികയാണ്. ജൂലൈ 16-ാം തീയതി
വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, ഈ ഉത്തരീയം നമ്മള് ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിക്കുന്ന ഒന്നാണ് അല്ലെ, തിരുവുത്തരീയം. ഉത്തരീയം കൊടുത്തിട്ട് പറയുകയാണ്, ഇത് ധരിക്കണം. ഏതൊരുവനും ഇത് ധരിച്ചിട്ട് മരിക്കുകയാണെങ്കിൽ ഒരിക്കലും അവൻ നരകാഗ്നിക്ക് ഇരയാവുകയില്ല. പ്രിയമുള്ളവരെ, ഇത്രയും വലിയൊരു രക്ഷയുടെ ഒരു ഒരു രക്ഷപ്പെടലിന്റെ, അതായത് നമ്മൾ ഒരിക്കലും നശിച്ചു പോകുകയില്ല, നീ സുഖമായിരിക്കും, സ്വർഗത്തിൽ സ്വർഗാനുഭവത്തിൽ നീ വിശുദ്ധിയോടെ നിലനിൽക്കുമെന്നുള്ള ആശ്വാസത്തിന്റെ വചനം. ഫാത്തിമയിലും ലൂർദിലും വന്നതുപോലെ തന്നെ പ്രിയമുള്ളവരെ, വിശുദ്ധ സൈമൺ സ്റ്റോക്കിനോട് ഇത്രയും ആ ആശ്വാസകരമായൊരു വചനം കൊടുക്കുകയാണ്. ആ വചനത്തെ ഇന്നും നമ്മൾ ധ്യാനിക്കുകയാണ്. ആശ്വാസത്തിന്റെ വചനം, രക്ഷയുടെ ഒരു ആയുധം. തിന്മയിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ജഡികമായ വ്യാപാരങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുവാനും, നീ ആയിരിക്കുന്ന ജീവിത വിളിയില്, ജീവിത അവസ്ഥയില്, ദൈവവിളിയിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് ഏറ്റവും വിശുദ്ധിയോടെ നീ ജീവിച്ച്, പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിലൂടെ നീ സ്വർഗത്തിന് അർഹയാകുമെന്നുള്ള വലിയ വാഗ്ദാനം, ദൈവത്തിന്റെ ഇഷ്ടം, കാനായിൽ പറഞ്ഞ അതേ വചനം, അവന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുവിൻ, അവൻ പറയുന്നത് നീ ചെയ്യുവിൻ. ആ വചനത്തിന്റെ നിറവിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യനെയും ആ അമ്മ ഒരു ആശ്വാസത്തിന്റെ വചനം തരികയാണ്, നീ നശിച്ചു പോവുകയില്ല, നിത്യാഗ്നിക്ക് നരകാഗ്നിക്ക് നീ ഇരയാവുകയില്ല. പ്രിയമുള്ളവരെ, പ്രിയ ചേച്ചിമാരെ, നിങ്ങൾ താലി ധരിക്കാറുണ്ട് അല്ലെ? എന്തിനാ താലി ധരിക്കുന്നത്? താലി എന്തിന്റെ അടയാളമാണ്? നോ മോർ ഇൻവിറ്റേഷൻ അല്ലെ? ഇനി 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 ഇല്ല, ഞാൻ ഒരുവന്റെ സ്വന്തമാണ് അല്ലെ? മേരി ചേച്ചി പറയും, ഞാൻ തോമാച്ചേട്ടന്റെ സ്വന്തമാണ് അല്ലെ? ആ താലി ഒരു അടയാളമാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവന്റെ സ്വന്തമെന്നുള്ള ഒരു അടയാളം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നീ സ്വർഗത്തിൻ്റെതാണ്. ആരുടേതാണ്? സ്വർഗത്തിൻ്റെതാണ്. നമ്മൾ അനുദിനം പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ? എന്താണ്? സ്വർഗത്തിലെ പോലെ നിന്റെ ഇഷ്ടം ഭൂമിയിലും ആകണമേ. ഈ സ്വർഗത്തിന്റെ ഇഷ്ടം എന്താണെന്നറിയാവോ? സ്വർഗത്തിന്റെ ഇഷ്ടം എന്താണെന്നറിയാവോ? എന്താ? മറ്റൊന്നുമല്ല, നീ എന്റേതാണ്. ദൈവം പറയുകയാണ്, നീ എന്റേതാണ്. നീ ലോകത്തിൻ്റെതല്ല, നീ സ്വർഗത്തിൻ്റെതാണ്. നീ സ്വർഗത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ലോകത്തിന് വെളിപ്പെടുത്തിയത്, നീ ലോകത്തിൻ്റെതായിക്കൊണ്ട് നിത്യാഗ്നിക്ക് നരകാഗ്നിക്ക് ഇരയാകേണ്ടവനല്ല, പിന്നെയോ വചനത്തിന്റെ ശക്തിയില് നീ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആയിരുന്നു കൊണ്ട് നീ സ്വർഗത്തിൻ്റെതായിട്ട് മാറേണ്ടവനാണ്. നിന്റെ ആത്മാവ് സ്വർഗത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെതാണ്. നീ എന്റെ സ്വന്തമാണ്, നീ എന്റേതാണ്. ഇത്രയും വലിയൊരു ഉറപ്പ്, ഇത്രയും വലിയൊരു ആശ്വാസം നോക്കിക്കേ, ദൈവം പരിശുദ്ധ അമ്മയിലൂടെ ലോകത്തിന് നൽകുകയാണ്. ആ കാലഘട്ടം എന്ന് പറയുക കുരിശ് യുദ്ധത്തിന്റെയും മറ്റു പല രോഗാവസ്ഥകളുടെയും ഒക്കെ വളരെയേറെ വിഷമം നിറഞ്ഞൊരു കാലഘട്ടം. കർമ്മലമലയിലെ സന്യാസികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് അവരുടെ ജനറാളച്ചനായ സൈമൺ സ്റ്റോക്കിനോട് മാതാവ് ഉത്തരീയം കൊടുത്തിട്ട് പറയുക, നീ എന്റേതാണ്, ഈ സഭ എന്റേതാണ്, ഈ കൂട്ടായ്മ എന്റേതാണ്,
കത്തോലിക്ക സഭ എന്റേതാണ്. ലോകത്തിന്റെ ഓരോ ആത്മാക്കളും എന്റേതാണ്, സ്വർഗത്തിൻ്റെതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ റാപ്സ നിശ്ചയം നടക്കുമ്പോ പുറകിലും മുമ്പിലും ഒരു സാധനം ഇങ്ങനെ കിടന്ന് ആടുന്ന് കണ്ടിട്ടുണ്ടോ? അല്ലേ? അതെന്താണ്? അതിന് നമ്മൾ എന്താ വിളിക്കുന്നത്? സ്കാപ്പുലർ അല്ലേ? അല്ലേ? നമ്മൾ ഉത്തരീയം എന്ന് പറഞ്ഞു ധരിക്കുന്നത് എന്താണ്? പരിശുദ്ധ അമ്മയുടെ ഒക്കെ ചിത്രമുള്ള ഒരു ചരട് നമ്മൾ ധരിക്കാറുണ്ട് അല്ലെ? വെഞ്ചിരിച്ച് ആതിർവാനം സ്വീകരിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ? അതിന് നമ്മൾ സ്കാപ്പുല, ഉത്തരീയം എന്ന് നമ്മൾ ധരിക്കുന്നു, ഉത്തരീയം ധരിക്കുന്നു. ചിലരത് മരിച്ചു കിടക്കുന്നവർ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ, അല്ലെ? സ്വന്തം ജീവിച്ചിരിക്കുന്നപ്പോ കഴുത്തിലിടാറില്ലെങ്കിലും നമ്മൾ മരിച്ചു കിടക്കുമ്പോ കൊടുക്കാറുണ്ട്. സൈമൺ സ്റ്റോക്കിനോട്, കർമ്മലിത്ത മലയിലെ വൈദികരോട് മാതാവ് പറഞ്ഞു, നീ സ്വർഗത്തിൻ്റെതാണ്, എന്റേതാണ്. അതിന്റെ അടയാളമാണ് ഈ സ്കാപ്പുലർ. അച്ഛന്മാര് ധരിക്കുന്ന സ്കാപ്പുലർ അതാണ്. നമ്മുടെ അച്ഛന്മാര് നമ്മൾ ധരിക്കുന്ന കർമ്മലിത്തായുടെ പ്രത്യേക മക്കളാണ് അവര്. അവർക്ക് വലിയ സ്കാപ്പുലർ കൊടുത്തിട്ട് പറയുകയാണ്, നീ ലോകത്തിൻ്റെതല്ല, നീ നിന്റെ കുടുംബത്തിൻ്റെതുമല്ല, പിന്നെയോ നീ എന്റേതാണ്, നീ എന്റേതാണ്. പ്രിയമുള്ളവരെ, ഈ തിരുനാളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, നീ എന്റേതാണ്, നീ എന്റെ സഹോദരനാണ്, സഹോദരിയാണ്, നീ എന്റെ മകനാണ്, മകളാണ്, നീ ഞാൻ തന്നെയാണ്, നീ ഞാൻ തന്നെയാണ്. ഇതൊരു അടയാളമാണ്. താലി ഒരു അടയാളമായിരിക്കുന്നത് പോലെ ഒരു അടയാളമാണ്. ഈ അടയാളം രക്ഷയുടെ അടയാളം, സ്വർഗത്തിന്റെ അടയാളം, ഈ ഉത്തരീയം. പ്രിയമുള്ളവരെ, ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും വലിയ പ്രത്യാശയുടെയും അതോടൊപ്പം തന്നെ ഈ ഭൂമിയില് സ്വർഗത്തിൽ എന്നതുപോലെ നീ ആയിരിക്കുന്ന ദൈവവിളിയിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വസ്തരായി ജീവിക്കുവാനുള്ള വലിയ ഓർമ്മപ്പെടുത്തലുമാണ് ഉത്തരീയം. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നീ എന്റേതാണ്, നീ എന്റേതാണ്, എന്റെ സഹോദരനാണ്, എന്റെ സഹോദരിയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. ദൈവം തന്റെ മക്കളെ, തന്റെ പ്രിയപ്പെട്ടവരെ നശിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. വചനം തന്നെ പറയുന്നു, പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ രക്ഷ സാധിച്ചെടുത്ത് എന്തുകൊണ്ടാണ്? ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ ആ പിതാവ് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് സ്വന്തം പുത്രനെ തന്നെ വീണ്ടെടുപ്പിന്റെ വിലയായി അവൻ കൊടുത്തത്. പ്രിയമുള്ളവരെ, ആ രക്ഷയുടെ, ആ പുത്രൻ നമുക്ക് നേടിത്തന്ന ആ വലിയ രക്ഷ നിനക്കും സാധിക്കും. നിനക്കും അനുഭവിക്കുവാൻ കൃപയുണ്ട്, അനുഗ്രഹമുണ്ട്, വിളിയുണ്ട്. അതിന്റെ ഒക്കെ അടയാളമാണ് ഈ ഉത്തരീയം. അത് പരിശുദ്ധ അമ്മയിലൂടെ ലോകത്തിന് വീണ്ടും അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. ഈ തിരുനാളുകൾ ആണ്ടുതോറും ആഘോഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ തിരിച്ചറിവിലേക്ക്, തിരിച്ചു വരവിലേക്ക്, ഉത്തരീയത്തിന്റെ രക്ഷയുടെ അടയാളത്തിലേക്ക്, ക്രിസ്തു നീ സ്വന്തമാണ്, ക്രിസ്തുവിന് നീ സ്വന്തമാണ്, നീയും ക്രിസ്തുവിന് സ്വന്തമാണ്, ആ രക്ഷയിൽ നീയും പങ്കാളിയാണ് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് നമ്മളും കടന്നു വരേണ്ടത്. അതിനാൽ ഉത്തരീയം ധരിക്കുക മാത്രമല്ല, ഉത്തരീയം ധരിക്കുക മാത്രമല്ല, രണ്ട് കാര്യങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഒന്ന് ജീവിത വിശുദ്ധിയാണത്, ജീവിത വിശുദ്ധിയാണത്. നീ ആയിരിക്കുന്ന ഇടങ്ങളില്, നിന്റെ ഭവനത്തിലോ എവിടെ ആയിക്കൊള്ളട്ടെ, അവിടെയൊക്കെ വിശുദ്ധിയുടെ പരിമളം വരുത്തുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, പ്രിയമുള്ളവരെ, ആ വിശുദ്ധി എവിടെയൊക്കെ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുന്നുവോ ആ രക്ഷയുടെ അടയാളം നമ്മുടെ ഹൃദയത്തിൽ പതിക്കുകയാണ്, നാം ആയിരിക്കുന്നിടത്ത് പതിക്കുകയാണ്. സഹായം ആവശ്യമുള്ളിടത്തേക്ക് കടന്നു ചെല്ലുവാനും അത് കൊടുക്കുവാനും സാധിക്കുന്നത് ഈ വിശുദ്ധിയുടെ അടയാളം തന്നെയാണ്. ദൈവമായ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ ഇടപെടുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ അറിയുവാനും ഇടപെടുവാനുമുള്ള മനസ്സ് വിശുദ്ധിയുടെ അടയാളം തന്നെയാണ്.
ദൈവത്തിന്റെ ഹിതം ഈ ഭൂമിയിൽ ആയിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ ആ ഹിതം നിറവേറ്റുവാൻ ദൈവത്തിന്റെ മുഖങ്ങളായി, നാവുകളായി, ചെവികളായി, കൈകളായി, കാലുകളായി, ഹൃദയങ്ങളായി വർത്തിക്കേണ്ടവരാണ് നമ്മൾ എന്നുള്ള ആ ബോധ്യമാണത്. ഹൃദയവിശുദ്ധിയും നിർമ്മലതയും എളിമയുമുള്ളവർക്ക് അവരന്റെ ആവശ്യങ്ങളിൽ കാണാൻ, കേൾക്കാൻ, അത് തിരിച്ചറിയുവാൻ അവനൊരു കൈ സഹായമായിട്ട് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ആ വിശുദ്ധി നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവര് ശത്രുതയിലല്ല, പിന്നെയോ അനുഗ്രഹത്തിന്റെ നിറവിൽ സഹോദരങ്ങളായിട്ട് നമുക്ക് മാറുകയാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ അഭിഷേകത്തിൽ സകലരും നമുക്ക് സഹോദരങ്ങളായിട്ട് മാറുകയാണ്. രണ്ടാമതായിട്ട് ശുഭകരമായൊരു പ്രത്യാശയോടെ നീ മുന്നോട്ട് പോകണം. ശുഭകരമായൊരു പ്രത്യാശ. ഈ തിരുവുത്തരീയം നിന്റെ രക്ഷയുടെ അടയാളമാണെങ്കിൽ, ഈ തിരുവുത്തരീയം നീ സ്വർഗത്തിന് അവകാശിയാണ് എന്നതിന്റെ അടയാളമാണെങ്കിൽ, നീ സ്വർഗത്തിന്റെ സ്വന്തമാണ് എന്നുള്ളതിന്റെ അടയാളമാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നിനക്ക് കടന്നു വരുന്ന, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നൊമ്പരങ്ങളോ രോഗങ്ങളോ തെറ്റിദ്ധാരണകളോ എന്തുമായിക്കൊള്ളട്ടെ, അതിന് അപ്പുറം, അതിനൊക്കെ ഒടുവിൽ എന്റെ ദൈവമായ കർത്താവ് എനിക്ക് കരുതി വെക്കുന്ന ആ രക്ഷയുടെ, സ്വർഗത്തിന്റെ ആ പറുദീസായുടെ കൃപ എനിക്ക് കിട്ടും, എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളതിന്റെ ആ വലിയ പ്രത്യാശ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ പറയും, ഞാൻ ദൈവത്തിൻ്റെതാണ്, ഞാൻ ക്രിസ്തുവിൻ്റെതാണ്. ഞായറാഴ്ചകളില് ബലിയർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും അവിടെ അതിന് കുടുംബ പ്രാർത്ഥനയില്ല. പക്ഷേ ജീവിതത്തിൽ നൊമ്പരങ്ങളോ ക്ലേശങ്ങളോ തെറ്റിദ്ധാരണകളോ ഏതെങ്കിലും തരത്തിലുള്ള നൊമ്പരങ്ങളൊക്കെ, സഹനങ്ങൾ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ പതറിപ്പോവുകയാണ്. പരിശുദ്ധി അമ്മ ആ കുരിശുമരണത്തോളം അവന്റെ അരികിൽ ചേർന്നു നിന്നു. ദൈവവും മനുഷ്യനുമായ ക്രിസ്തുവിന്റെ സഹനത്തോട് അമ്മ ചേർന്ന് നിന്നു. അവൾ നൽകുന്ന മാതൃക തന്നെയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രത്യാശയുടെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. അവൾ നമുക്ക് കാണിച്ചു തരുന്ന ആ വലിയ മാതൃക തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. കാരണം ഒരു മനുഷ്യ ജീവിതം കടന്നുപോയേക്കാവുന്ന എല്ലാ നൊമ്പരങ്ങളും സഹനങ്ങളും കഷ്ടതകളും ദാരിദ്ര്യവും, നമ്മളൊക്കെ പറയും, അച്ഛൻ എനിക്ക് വീടില്ല എന്നൊക്കെ. നമ്മളൊന്നും ധ്യാനിച്ചാൽ മനസ്സിലാകും, വീട് പോയിട്ട് കുടില് പോലും ഇല്ലാത്തവളായിരുന്നു ആര്? പരിശുദ്ധി അമ്മ. നമ്മൾ പറയും, അനേകര് പരദേശികളായിട്ടൊക്കെ ജീവിക്കുന്നു. പരദേശിയായി ജീവിച്ചവളല്ലേ പരിശുദ്ധി അമ്മ. മക്കളെ കുറിച്ച് വേദനിക്കുമ്പോൾ നിങ്ങൾ പറയും, എന്റെ അച്ഛോ, മക്കളെ ഓർത്താണ് വെന്തുരുക്കി നീറി നീറി ജീവിക്കുന്നത്. ഓർത്തു നോക്കിക്കേ. ഭ്രാന്തനെന്നും വെളിവില്ലാത്തവനെന്നും രോഗികളോടും പാപികളോടും വേശ്യകളോടും ചേർന്ന് ജീവിക്കുന്നവനെന്നും ഒക്കെയാണ് ക്രിസ്തുവിനെ പറ്റി സമൂഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു അമ്മയുടെ വേദന എന്തൊക്കെയാണ്? പ്രിയമുള്ളവരെ, ഒരു മനുഷ്യ ജന്മത്തിൽ ഒരുവൻ കടന്നു പോകേണ്ട സകലവിധ നൊമ്പരങ്ങളും, സകലവിധ അനുഭവങ്ങളും, സഹനങ്ങളും അതിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ളവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് ആ ഉത്തരീയം തരുമ്പോൾ അവളുടെ കയ്യിൽ ആരുമുണ്ട്? ഉണ്ണി യേശുവുമുണ്ട്, അല്ലെ? ചിത്രത്തിലേക്ക് നോക്കിക്കേ, യേശുവുണ്ട്. അതൊരു പ്രത്യാശയുടെ അടയാളമാണത്. ആ രൂപത്തിലേക്ക് നീ നോക്കുമ്പോൾ നീ ചിന്തിക്കണം, നീ ധ്യാനിക്കണം, നീ ഉറപ്പിക്കണം. എന്റെ കണ്ണുനീരിനോടും എന്റെ വേദനകളോടും എന്റെ കഷ്ടതകളോടുമൊത്ത് ആരുണ്ട്? എന്റെ ദൈവമുണ്ട്, ക്രിസ്തുവുണ്ട്. സകല നൊമ്പരങ്ങളിലൂടെ കടന്നുപോയ ഒരു അമ്മയും മകനും എന്റെ കൂടെയുണ്ട്. എന്റെ സഹോദരനാണ്, സഹോദരിയാണ്, എന്റെ ദൈവമായ കർത്താവാണ്. പ്രിയമുള്ളവരെ, നമ്മോടൊത്ത് ആശ്വസിക്കാൻ, നമ്മോടൊത്ത് സഹിക്കുവാൻ, നമ്മോടൊത്ത് നമ്മുടെ സങ്കടങ്ങൾ പങ്കിടുവാൻ ഒരുവന് അല്ലെങ്കിൽ ഒരുവൾക്ക് ഒരാളെ കിട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുക. ഈശോയും
അവിടുത്തെ അമ്മയും നമ്മോട് പറയുന്നതും മറ്റൊന്നുമല്ല, നീയും നിന്റെ കുടുംബവും എന്റേതാണ്, നീയും നിന്റെ ആത്മാവും സ്വർഗത്തിൻ്റെതാണ്, നീയും നിന്റെ ജീവിതവും സ്വർഗം തന്നെയാണ്. പ്രിയമുള്ളവരെ, ഈ തിരുനാളിലേക്ക് ഈ വർഷം നമ്മൾ ഈ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും വിശ്വസിക്കാം, ഏറ്റുപറയാം, ജീവിച്ച് സാക്ഷ്യം നൽകാം. ഞാൻ ദൈവത്തിൻ്റെതാണ്, ഞാൻ സ്വർഗത്തിൻ്റെതാണ്. എന്റെ അടയാളം ഈ തിരുവുത്തരീയം അതിന് സാക്ഷ്യം നൽകും. ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടൊക്കെ പോകുന്ന ആ ഉത്തരീയം നമ്മുടെ കഴുത്തിൽ എന്നതുപോലെ തന്നെ നമ്മുടെ ആത്മാവിലും നമുക്ക് ധരിക്കാം. ഈ ലോകത്തില് വിശ്വസ്തയോടും വിശുദ്ധിയോടും വളരെയേറെ പ്രത്യാശയോടും കൂടി ജീവിക്കുവാൻ അത് നമ്മെ സഹായിക്കട്ടെ. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ അമ്മയായ കർമ്മല മാതാവ് നമ്മുടെ കുടുംബങ്ങൾക്ക് അഭയമായി സഹായമായി എന്നും നിൽക്കട്ടെ, ഉണ്ടാകട്ടെ. ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വൈദികരെ ഒരിക്കൽ കൂടി ഓർക്കുന്നു, നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.